വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ പള്ളിക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവമക്കൾ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ അകത്തിരിക്കുമ്പോൾ ദേശത്തുമെമ്പാടും കൊറോണ വൈറസാൽ ബാധിക്കപ്പെട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭവനത്തിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന അവിടുത്തെ വിധങ്ങളെ ഓർത്ത് ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല. ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉറപ്പുണ്ട്. ഈ ലോകത്തെ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ വരാൻ പോകുന്ന മഹത്വം ഓർക്കുമ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ അത് സാരമില്ല. ഹല്ലേലൂയ. പാട്ടുകാരിങ്ങനെ പാടി സ്തോത്രം. അവൻ വരുന്ന നാളിൽ എന്നെ കരം പിടിച്ചു തന്റെ മാർബോടണച്ചിടുമേ. അവൻ വരുന്നത് എന്നെ കരം പിടിച്ചു തന്റെ മാർബോടണച്ചിടുമേ. ആ സമുഖമതിൽ അന്നു കർത്തനുമായി ആർത്ത് ഘോഷിക്കും സന്തോഷത്ത. ആ സമൂഹമതിൽ അന്ന് കർത്തനുമായി ആർത്ത് ഘോഷിക്കും സന്തോഷത്ത. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവരും എന്നോട് ചേർന്ന് പാടാമോ? കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. പാവങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിത്തൻ ദൂതരുമാം. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിത്തൻ ദൂതരുമാം. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാദലത്തിൽ സൃഷ്ടി
ഉള്ളം കൊതിച്ചിടുന്നു നാദാവിനോട് വരവിനായി. കങ്ങൾ കൊതിച്ചിടുന്നു ഉള്ളം കൊതിച്ചിടുന്നു നാദാവിനോട് വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമായി കാന്താവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമായി കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതളത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് എത്ര സന്തോഷമാണ് ദൈവമക്കളെ. ആ ദൈവത്തെ ലോകം മുഴുവൻ വളരെ വിഷമത്തിലും പോരാട്ടത്തിലും കഷ്ടതയിലും കണ്ണുനീരിലുമായിരിക്കുമ്പോൾ ദൈവം നിങ്ങളെയും എൻ്റെയും കുടുംബത്തെയും സഭയെയും ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം കാത്തു പരിപാലിക്കുന്ന ആ കർത്താവിൻ്റെ അവിടുത്തെ വിധങ്ങളെ ഓർത്ത് ആ കൃപയെ ഓർത്ത് ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എത്ര വിശ്വസിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം വായിക്കുമ്പോൾ ഞാൻ തമിഴ് ബൈബിളിൽ ഞാൻ വായിക്കാം. ഞാൻ തമിഴിൽ ഒരുപാട് പേർ ഇതിന് ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ തമിഴിൽ വായിക്കാം. സ്തോത്രം. ഇടുക്കமான வாசல் வழியாய் உட்பிரவேசியுங்கள், கேட்டுக்கு போகிற வாசல் விரிவும் வழி விசாலவுமாய் இருக்கிறது, அதன் வழியாய் பிரவேசிக்கிறவர்கள் அநேகர். ஜீவனுக்கு போகிற வாசல் இடுக்கமும் வழி நெருக்கமுமாய் இருக்கிறது, அதை കണ്ടുപിടിக்கிறവர்கள் சிலர். ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്ന നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഒരു യാത്രക്കാരാണ്. നെഞ്ചത്ത് പറ, കൈവച്ച് പറ, ഞാൻ യാത്രയിലാണ്. എൻ്റെ യാത്ര സ്വർഗത്തിലെയാണോ? സ്വർഗത്തിന് വേണ്ടിയാണോ? ഇല്ലെങ്കിൽ ഭൗതികത്തിന് വേണ്ടിയാണോ? നന്മയ്ക്ക് വേണ്ടിയാണോ? ഇല്ലെങ്കിൽ കുറേ സമ്പാദ്യത്തിന് വേണ്ടിയാണോ? ഇല്ലെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓടുന്നത്? ഇന്ന് പകൽക്കാലം ഒരു നാളേക്ക് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട തൻ്റെ ജനത്തിന് കർത്താവ് പറയുന്ന പദം ഇങ്ങനെയാണ്: ഇടുക്കുവാതിലിൽ കൂടി കടപ്പീൻ. ഇടുക്കുവാതിലിൽ കൂടി കടപ്പീൻ.
ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും പോരാട്ടവും പ്രതിസന്ധിയും ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഈ കഷ്ടങ്ങൾ വരാൻ പോകുന്ന മഹത്വം ഓർക്കുമ്പോൾ ഇതൊക്കെ ഒന്നുമില്ല. ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് ചേർന്ന് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താവോ? ആരും അറിയാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിനെ ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ഹല്ലേലൂയ ഒരു പാട്ടിൻ്റെ 2 വരികൾ ചേർന്ന് എന്നോട് പാടി ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പോകുകയാണ്. എത്ര പേരിനോട് ചേർന്ന് പാടും ആ കർത്താവിനെ? ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാൻ പോകുകയാ. ഇടുക്കുവാതിലിൽ കൂടി പ്രവേശിപ്പിൻ. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ, ഇടുക്കുവാതിലിൽ കൂടി. அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടും? கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாய் யாரும் அறியாத நன்றாயறிந்து தேடி வந்த நல்ல நேசனே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே, தூக்கி எறியப்பட்ட வேண்டுமென்று சொல்லி
உயர்த்தி வைத்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டன. അങ്ങയുടെ കൺകൾ എന്നെ കണ്ടതിനായി നന്ദി കർത്താവേ. ഒന്നിനും കൊല്ലാത്ത നിങ്ങൾ അർഹതപ്പെടുത്തി പാവിയായ നിങ്ങളെ ഹല്ലേലൂയ അങ്ങയുടെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് അവിടുത്തെ മകൾ സ്നേഹത്തിനായി നന്ദി എന്ന് പറയുന്നവർ ഇന്ന് എന്നോട് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പിതാവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ആരാധന ശ്രദ്ധിക്കുന്ന വിദേശികളിലും സ്വദേശികളിലുമായി പല സ്റ്റേറ്റുകളിലുമായി ശ്രദ്ധിക്കുന്ന തൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയം തകർന്നവർ, വേദന അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ ഇന്നും പകൽക്കാലം അതിനൊക്കെ കഷ്ടതകളൊക്കെ ഒരു പരിഹാര ദൈവം കൊടുക്കണമേ. ദൈവ കർത്താവ് ഹല്ലേലൂയ ജനത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഇടുക്കുവാതിലിൽ കൂടി പ്രവേശിപ്പി. കഷ്ടതകളുടെ പ്രയാസമുണ്ട്, പോരാട്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് വചനം പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഈ ആരാധന ശ്രദ്ധിക്കുന്ന തന്റെ ജനത്തെ ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപ കൊണ്ട് ദൈവം നിറയ്ക്കണമേ, അവിടുത്തെ വരവിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളായിരിക്കുന്ന സ്ഥാനത്തിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് മൂടി മറയ്ക്കണമേ. ഇന്നും കർത്താവ് അങ്ങേക്ക് വേണ്ടി ഓടുവാൻ പ്രവർത്തിപ്പാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കരങ്ങളിൽ വഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.